ഫ്രണ്ട്സ് പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കും അതുപോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഇത് എനി സ്ട്രീം ഏത് സ്ട്രീം പഠിച്ചവർക്കും എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല VHSC കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ സാലറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് എന്നുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന് നമുക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അഗ്നിപത് സ്കീമാണ്. ഈ അഗ്നിപത് സ്കീം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഇത് സ്കിപ്പ് ചെയ്യേണ്ട. ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ അതിൻ്റെ ബെനിഫിറ്റ് പറയാം. ഓക്കെ, ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന എയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ പെർമനൻ്റ് ആയിട്ട് അതിലൊരു മെമ്പർ ആകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് വെറുതെ നമ്മൾ പറയല്ല, ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കാം. അതുകൊണ്ട് നിങ്ങളിത് തള്ളിക്കളയേണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് മാത്രമല്ല, നമുക്ക് ഈ 4 വർഷമാണ് ഇതിൽ സർവീസ് ഉണ്ട്. അപ്പോൾ 4 വർഷം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് അതിൽ കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും, അത് മാത്രമല്ല നമുക്ക് 4 വർഷം ഇനി നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയില്ല എങ്കിൽ നമുക്കതിന്ന് ഇറങ്ങുന്ന സമയത്ത് 10 ലക്ഷം നമുക്ക് എന്താണ് സേവാനിധി പാക്കേജിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം 4 വർഷം കൊണ്ടൊന്നും നമുക്ക് സാധാരണ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം നമുക്ക് എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, നമുക്ക് നിശ്ചിതമായുള്ളൊരു 30,000 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു സാലറി നമുക്ക് മന്ത്ലി കിട്ടും. അത് കൂടാതെയാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് 10 ലക്ഷം സാലറി ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കി കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കാം. ഇതിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അതായത് മാരീഡ് ആകരുത്, അൺമാരീഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അഗ്നിവീർ വായുവിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത് അഗ്നിപത് സ്കീമിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/2025 ആ ഒരു എന്താണ് റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 17 ജനുവരി മുതൽ ഫെബ്രുവരി 6 ആണ്. അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. 17 ജനുവരി മുതൽ ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതിലേക്ക് 17 മാർച്ച് മുതലായിരിക്കും എക്സാമിനേഷൻ വരുന്നത് കേട്ടോ. ഉടനെ തന്നെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്, ഞാൻ 2 സ്കീമിലാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിന് മുന്നിൽ സ്കിപ്പ് ചെയ്ത് പോകരുത് ദയവായിട്ട്. ഞാനതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം പലരും അത് മുഴുവനായിട്ടും കാണാതെ അവരുടെ ആ ഒരു ചാൻസ് ഒക്കെ നഷ്ടപ്പെടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സയൻസ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് നിങ്ങൾക്ക് +2 നിങ്ങൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് ഈ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ +2 സയൻസ് എടുത്ത് മാത്തമാറ്റിക്സും ഫിസിക്സും ഇംഗ്ലീഷും ആ സബ്ജക്റ്റിൽ ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ 50% മാർക്കോടുകൂടി +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% മാർക്ക് വേണമെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് +2 നമ്മൾ മാത്തമാറ്റിക്സും ഫിസിക്സും ഇംഗ്ലീഷും നമ്മൾ ആ ഒരു ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. 50% മാർക്ക് നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് വേണം. അതുകൂടാതെ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു 50% മാർക്കും വേണം. അതുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് ആ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മറ്റിവിടെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു 3 വർഷം ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 പഠിച്ചോളം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ 3 വർഷം ഡ്യൂറേഷനുള്ള പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷം ഡ്യൂറേഷൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 50% മാർക്ക് വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ടോട്ടൽ പെർസെൻറ്റേജ് 50% മാർക്ക് വേണം.
പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഡിപ്ലോമയിൽ ഇംഗ്ലീഷിൽ ഒരു സബ്ജക്റ്റിൽ 50% മാർക്ക് വേണം. അപ്പം നിങ്ങൾ ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലോ ഇനി +2ലോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിഗണിക്കുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിപ്ലോമയിൽ എന്താണ് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചോളണമെന്നില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. 10ാം ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ 10ാം ക്ലാസ്സിൽ നമുക്ക് എന്താണ് 50% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ +2 പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ +2ൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന 3 വർഷം ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ 50% മാർക്കോട് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മീൻസ് ഈ പറയുന്ന സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലെങ്കിലും ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്ലോമയിൽ 50% മാർക്ക് ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾ വറീഡാണ്ട. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ നിങ്ങൾ എന്താണ് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. അഥവാ അതും ഡൗട്ട് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ പറയുന്നുണ്ട് 2 വർഷം ഡ്യൂറേഷനുള്ള വൊക്കേഷണൽ സബ്ജക്റ്റ് VHSC ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ VHSCയിൽ നമുക്ക് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് പഠിക്കാത്തവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള സ്കീം ഉണ്ട്, ഞാൻ പറയാം, അതർ ദാൻ സയൻസ് സബ്ജക്റ്റിൽ. ഓക്കെ, അപ്പോൾ ഒന്ന് VHSC പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന അതായത് വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് മാത്തമാറ്റിക്സ് നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചിരിക്കണം. 50% മാർക്കും വേണം. അതോടൊപ്പം ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്ക് വേണം. ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾ VHSCയിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നിശ്ചിത മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ വറീഡാണ്ട. നിങ്ങൾ 10ാം ക്ലാസ്സിലോ +2ലോ ഇംഗ്ലീഷ് സബ്ജക്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ, മീൻസ് അതല്ല 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണ്. അതർ ദാൻ സയൻസ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആ ഒരു സ്കീമിലേക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് സ്ട്രീമിൽ എന്താണ് ഈ പറയുന്ന +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ 50% മാർക്ക് മതി. 50% മാർക്കോടുകൂടി എനി സ്ട്രീം നിങ്ങൾക്ക് പഠിച്ചവർക്ക് എനി സബ്ജക്ട് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് പഠിച്ചാൽ, അതായത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ 2 എണ്ണത്തിലേക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊക്കെ ഞാൻ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ സമയത്ത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് 50% മാർക്ക് വേണം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന നമ്മൾ +2 പഠിക്കുന്ന സമയത്ത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്താണ് വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് 2 വർഷം ഡ്യൂറേഷനിൽ വൊക്കേഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി. ഇതിൽ നമ്മൾ ഈ പറയുന്ന നോൺ വൊക്കേഷണൽ സബ്ജക്റ്റായുള്ള മാത്സ്, ഫിസിക്സ് ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. 50% മാർക്ക് മതി. ഇംഗ്ലീഷിൽ 50% മാർക്ക് വേണം. ഇനി ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ ഈ പറയുന്ന 10ാം ക്ലാസ്സിലോ നമ്മൾ ഒരു 50% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന എന്താണ് അതർ ദാൻ സയൻസ് സ്കീമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സയൻസ് സബ്ജക്റ്റ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, 2 എക്സാമും എഴുതാം. അതായത് ഒരു ഒറ്റ സിറ്റിങ്ങിൽ തന്നെ 2 എക്സാമും എഴുതാന്നുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അതിന് മുന്നേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് അഗ്നിവീർ വായു എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന 4 ഇയർ 4 വർഷത്തേക്കാണ് ഇതിൻ്റെ നിയമനം ഉണ്ടായിരിക്കുക. ഓക്കെ, ആ 4 വർഷം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർഫോഴ്സിൻ്റെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് അവരുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് ഈ പറയുന്ന 4 വർഷം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി കുറച്ച് നിബന്ധനകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25% ഓരോ ബാച്ചിലും 25% അഗ്നിവീർ വായുവിലൂടെ എടുക്കുന്ന ഈ പറയുന്ന 25% ആളുകളെ എന്ത് ചെയ്യും, റെഗുലർ കാഡറിലേക്ക് എന്ത് ചെയ്യും, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റെഗുലർ വിങ്ങിലേക്ക് എന്ത് ചെയ്യും, അവർ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് നേരെ നമ്മൾ എടുക്കുകയും ചെയ്യില്ല. അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ 100 പേരാണ് ഒരു ബാച്ചിലുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 25 പേര് എന്ത് ചെയ്യും, പെർമനൻ്റ് ആക്കും എന്നുള്ളതാണ് ഏകദേശ കണക്ക് കേട്ടോ. അതൊക്കെ എയർഫോഴ്സാണ് തീരുമാനിക്കുക, ഇന്ത്യൻ എയർഫോഴ്സാണ് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ 25% നമ്മളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെർമനൻ്റ് ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാകാനുള്ളൊരു സാധ്യതയും ഈ പറയുന്ന നമ്മുടെ എന്താണ് അഗ്നിപത് സ്കീമിലുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. കാരണം വെറുതെ നമുക്ക് എല്ലാവരെയും അതിൽ നിന്ന് പിരിച്ചു വിടുകയും ചെയ്യില്ല. അതിൽ സ്കില്ലുള്ള ആളുകൾ അതിൽ പിടിച്ച് നിർത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പേ ആൻഡ് അലവൻസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് അലവൻസ്, റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡ്രസ് ആൻഡ് ട്രാവൽ അലവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഇയർ ആദ്യത്തെ ഇയർ നമുക്ക് ടോട്ടൽ
പാക്കേജ് എന്ന് പറയുന്നത് 30,000 ആയിരിക്കും. അതിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 21,000 ആയിരിക്കും. നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ സേവാനിധി ഉണ്ടല്ലോ, അതിൽ നമ്മൾ 9,000 രൂപ ഇടുമ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും, 9,000 രൂപ ഇടും. പിന്നെ രണ്ടാമത്തെ വർഷം നമുക്ക് 33 ആയിരിക്കും. അതിൽ നമുക്ക് 23,100 കയ്യിൽ കിട്ടും. 9,900 നമ്മളിടും, ഗവൺമെൻറ് 9,900 ഇടും സേവാനിധിയിലേക്ക്. then മൂന്നാമത്തേത് ഇവിടെ നിങ്ങൾക്ക് കാണാം 36,500 ആണ് പാക്കേജ്. അല്ലെങ്കിൽ 25,550 നമുക്ക് കിട്ടും. 10,980 നമ്മളിടും, അതേ സെയിം എമൗണ്ട് ഗവൺമെൻറ് ഇടും. ഇത് നാലാമത്തെ വർഷം ആകുമ്പോൾ നമുക്ക് 40,000 ആണ് പാക്കേജ് വരുന്നത്. 28,000 നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സാലറിയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു ജോലി എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 12,000 നമ്മളിടും, 12,000 ഗവൺമെൻറ് ഇടും. ഇങ്ങനെ ഇട്ട് നമുക്ക് സാലറി ഇതാ ഈ എമൗണ്ട് ആയിരിക്കും നമുക്ക് ഓരോ വർഷവും നമുക്ക് മന്ത്ലി കിട്ടുന്നത്. മന്ത്ലി നമുക്ക് 21,000 കിട്ടും ആദ്യ വർഷം, രണ്ടാമത്തെ വർഷം 21,100, മൂന്നാമത്തെ വർഷം നമുക്ക് 25,500, നാലാമത്തെ വർഷം 28,000 കിട്ടും. ഇത് മന്ത്ലി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ടാണ്. ഇതിന്ന് വേറെ നമുക്ക് ഗവൺമെൻറ് പിടിക്കുന്ന ചില ഈ എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടും. എന്നാൽ അതൊക്കെ നമുക്ക് കിട്ടിയാലും ഫൈനലി നമ്മൾ എന്താണ് 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് 10 ലക്ഷത്തി നിങ്ങൾക്ക് 10 ലക്ഷത്തിന് മുകളിലുള്ളൊരു ചെറിയ എമൗണ്ട്, ചെറിയല്ല അത്യാവശ്യം നല്ല എമൗണ്ടാണ്. ആ 10 ലക്ഷത്തിനുള്ള എമൗണ്ട് നമുക്ക് സേവാനിധി പാക്കേജിലൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വല്ല ബിസിനസ്സോ നമുക്ക് അല്ലെങ്കിൽ FD ഇടുകയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അത് പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ട്രെയിനിങ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് സെക്യൂരിറ്റി ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മുന്നിൽ കാണുക. ഇതിനെ വെറും നിസ്സാരമായിട്ട് കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കട്ടെ, ഏജ് ലിമിറ്റോടെ പറയേണ്ടതാ. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇവിടെ പറയുന്നുണ്ട് 2 ജനുവരി 2004 ഈ പറയുന്ന 2 ജൂലൈ 2007. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉള്ളിൽ, ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ, ഇതാണ് ഡേറ്റ് പറയുന്നത്, ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജനിച്ചവരായിരിക്കണം. ഈ ഡേറ്റും ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ 2 ജനുവരി 2004 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ 2 ജൂലൈ 2007 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഡേറ്റിൽ നമ്മൾ ജനിച്ചവരാണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഈ റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും എന്താണ് 2005, 2006, 2007 അല്ലെങ്കിൽ 2004 ഇതിൻ്റെ മന്തിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട് അവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ചാൻസ് ആണ്, പെട്ടെന്ന് നമുക്കൊരു ജോലി ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഹൈറ്റൊക്കെ നിശ്ചിതം വളരെ ചെറിയ ഹൈറ്റ് മതി. അതായത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. കണ്ടോ, ചെറിയ ഹൈറ്റ് മതി. അതോടൊപ്പം തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഇനി ലക്ഷദ്വീപിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി വെയിറ്റ് ആണെങ്കിൽ ഹൈറ്റിനനുസരിച്ചുള്ളൊരു വെയിറ്റ് ഉണ്ടായാൽ മതി. പിന്നെ ചെസ്റ്റ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 75 സെൻറ്റിമീറ്ററും അത് അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഫീമെയിൽ ആണെങ്കിൽ ആ ഒരു നിശ്ചിതമായിട്ടുള്ള രീതിയിൽ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണമെന്നുള്ളൂ. വേറെ പ്രത്യേകമായിട്ട് ഇത്ര സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്നൊന്നും പറയുന്നില്ല. ദെൻ അതോടൊപ്പം ഇയറിങ് അതുപോലെ ഡെൻ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുഡ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വിഷ്വൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാഴ്ചയൊക്കെ അത്യാവശ്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് ഇതിലേക്കുള്ള സെലക്ഷനാണ്. ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഘട്ടമാണ് വരുന്നത്. ഫേസ് 1, 2 ഫേസ് 2 ആണ് വരുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റാണ്. മറ്റേത് നമുക്ക് എക്സാം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങളും പറയാം. ഫേസ് 1ൻ്റെ നിങ്ങൾക്കൂടെ സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും പിന്നെ സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അങ്ങനെ 3 രീതിയിലാണ് എക്സാം വരുന്നത്. സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാത്രം. അപ്പോൾ സയൻസ് സബ്ജക്റ്റിൻ്റെ എക്സാം മാത്രം മതിയെങ്കിൽ അതിലേക്ക് മാത്രം എഴുതാം. ഇനി അതല്ല ആ കോമ്പിനേഷനിൽ അതർ ദാൻ സയൻസ് സബ്ജക്റ്റിൻ്റെ കൂടെ എഴുതണമെങ്കിൽ അതൊരൊറ്റ സിറ്റിങ്ങിൽ തന്നെ എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീമൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റിന് 60 മിനിറ്റാണ്. അതിൻ്റെ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഒക്കെ +2 CBSE സിലബസ് വൈസുള്ള ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മീൻസ് സിലബസ് വരുന്നത്. അതോടൊപ്പം അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 45 മിനിറ്റ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. അതൊക്കെ +2 CBSE സിലബസ് വൈസ് ചെയ്തിട്ടാണ്. പിന്നെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും കേട്ടോ, അതും അതിൻ്റെ കൂടെ പഠിക്കണം. അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റിൻ്റെതും അതുപോലെ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് എഴുതുന്ന ആളുകൾ ഇത് രണ്ടിൻ്റെ മുകളിൽ പറഞ്ഞ 2 കാര്യവും പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് അവർക്ക് എഴുതാവുന്നതാണ്. പിന്നെ അതിൻ്റെ മാർക്കിംഗ് പാറ്റേൺസ് പറയുന്നുണ്ട്. 1 മാർക്കാണ് ശരിയായി ലഭിക്കുന്നത്. 0.25 മാർക്ക് എന്ത് ചെയ്യും, നമ്മൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ നെഗറ്റീവായിട്ട് പിടിക്കും. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ഫേസ് 1 പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫേസ് 2 ആണ്. ഫേസ് 2ൻ്റെ ഒക്കെ കോൾ ലെറ്റർ വന്നാൽ നമ്മുടെ ഇമെയിൽ ID വരും എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് വന്നാൽ അതൊക്കെ പറയുന്നുണ്ട്. ഇമെയിൽ ID ഒക്കെ ആക്റ്റീവായിട്ടുള്ള കൊടുക്കുക. പിന്നെ ഫേസ് 2 പോകുന്ന സമയത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. കളർ പ്രിൻ്റൊക്കെ ആണ് കേട്ടോ നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയത് നമ്മുടെ വീഡിയോ കുറേ ഡ്യൂറേഷൻ കൂടും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർദ്ദേശിച്ചു തരാവുന്നതാണ്.
ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 1.6 കിലോമീറ്ററാണ് നമ്മൾ ഓടേണ്ടത്. ഓക്കെ, അപ്പം 1.6 കിലോമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിന് 7 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ 8 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് 1, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാം 2, അങ്ങനെ 2 ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ്, ഒന്നാമത്തെ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിലിനും ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പുഷപ്പ്, സിറ്റപ്സ് ഇതൊക്കെയാണ്. അതിന് മാക്സിമം നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ പുഷപ്പിന് നമുക്ക് 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും നമുക്ക് ഓട്ടം കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതിനൊക്കെ 2 മിനിറ്റ് വെച്ച് ബ്രേക്ക് വരും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ദെൻ ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന നമ്മളെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമ്മൾ എന്തിനാണ് ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ റെഡി ആക്കണം. ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഫയൽ സൈസ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡെമോ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. അതോടൊപ്പം നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ വന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിലേക്ക് ഇടുകയാണെങ്കിൽ നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാൽ മതി. നമ്മളത് കൺവേർട്ട് ചെയ്ത് ആകും. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. 550 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. പ്ലസ് GST പാട് ഉണ്ടാവും. ഏകദേശം നമുക്കൊരു 600-ൻ്റെ അടുത്തൊരു എമൗണ്ട് നമുക്ക് ഫീ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപേക്ഷ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. കാരണം നമുക്ക് ജനുവരി 17 ഓൺലൈൻ ഡേറ്റ്, അതായത് അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ മാത്രമേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആയാലും നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫോൺ ഉപയോഗിച്ചൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇത് പ്രത്യേകമായിട്ട് പറയുകയാണ്, കാരണം നമുക്ക് ഒരുപാട് സമയം ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് പറ്റുന്ന, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല, പറ്റുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും അത് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.